ഡിസ്കവറി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മാൻ വേഴ്സസ് വൈൽഡ് എന്ന പരിപാടിയെക്കുറിച്ച് അറിയാത്തവരായി ആരുമുണ്ടാകില്ല. പരിപാടിയുടെ അവതാരകനും സാഹസികനുമായ ബെയർ ഗ്രിൽസ് ഒരു കത്തോലിക്ക യുവാക്കൾ പങ്കെടുക്കുന്ന സംഗമത്തിൽ പ്രസംഗിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാർച്ച് 15-ന് UK-യിലെ വെംബ്ലി അറീന സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫ്ലെയിം എന്ന പരിപാടിയുടെ ടിക്കറ്റുകൾ മുഴുവനും ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞു. 10,000 ടിക്കറ്റുകളാണ് വിറ്റത്. യേശുവിനെക്കുറിച്ച് ബെയർ ഗ്രിൽസ് എഴുതിയ പുതിയ പുസ്തകമായ ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡിൻ്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കും. യുവാക്കളിൽ ക്രിസ്ത്യൻ മൂല്യങ്ങൾ പകർന്നു നൽകണം എന്ന ലക്ഷ്യത്തോടെ പുറത്തിറങ്ങുന്ന ഈ പുസ്തകം പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവാക്കൾക്കും നൽകും. നിരവധി കലാപരിപാടികളും സംഗമത്തിൽ നടത്തപ്പെടും. അതോടൊപ്പം കർദിനാൾ വിൻസെന്റ് നിക്കോൾസ് ആണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. ഈ പുസ്തകം എല്ലാവരുമായി പങ്കിടുന്നതിൽ ഞാൻ വളരെ ആവേശത്തിലാണെന്ന് ബെയർ ഗ്രിൽസ് പറഞ്ഞു. ലോകത്തിലെ പ്രമുഖ കത്തോലിക്ക പ്രാർത്ഥന ആപ്ലിക്കേഷനായ ഹാലോയുടെ സ്ഥാപക അംഗമായ ബ്രയാൻ എൻഡിക്വസും ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്നതിനൊപ്പം കണ്ടന്റ് ക്രിയേറ്റർ കൂടിയായ ഐസക് ഹാർവിയും വേദിയിലുണ്ടാകും. ഈ സംഗമത്തിന്റെ സഹചെയർമാനും ബ്രൻഡ്വുഡ് രൂപതയിലെ വൈദികനുമായ ഫാദർ ഡൊമിനിക് ഹോവാർത്ത് ഈ വർഷത്തെ പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. രാജ്യത്തുടനീളമുള്ള നിരവധി അധ്യാപകർ, ചാപ്ലൈൻമാർ, പുരോഹിതന്മാർ, യുവനേതാക്കൾ എന്നിവരുടെ കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു തെളിവാണ് ഫ്ലെയിം 2025. രാജ്യമെമ്പാടുമുള്ള യുവാക്കൾക്കും ഇടവകകൾക്കും സ്കൂളുകൾക്കും പ്രതീക്ഷയുടെ ജ്വാലയായി മാറുന്ന ആ അത്ഭുതകരമായ ദിവസത്തിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.